ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ കാലുകൾ എങ്ങനെ അതിമനോഹരമായിട്ട് നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ കാലിലെ ക്യൂട്ടക്സൊക്കെ റിമൂവർ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഒരു ബക്കറ്റിൽ അര ബക്കറ്റ് ചെറു ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ഷാമ്പു ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കാലൊരു 10 മിനിറ്റ് നമുക്ക് മുക്കി വെക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നഖത്തിനിടയിലുള്ള അഴുക്കുകൾ എല്ലാം നമുക്ക് പോയി കാല് നന്നായിട്ട് കുതിർന്ന് നല്ല വൃത്തിയാക്കി നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ 10 മിനിറ്റ് നമുക്ക് മുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കാല് നമുക്ക് വീട്ടിൽ തന്നെ അതിമനോഹരമായിട്ട് സുന്ദരമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. 10 മിനിറ്റിന് ശേഷം നമ്മളൊരു പഴയ ബ്രഷ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ നഖം ഉരച്ച് കഴുകുക. നഖത്തിനിടയിലെ ചെളിയെല്ലാം പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ മുക്കി വെച്ചില്ലേ, ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലിലോട്ട് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഉപ്പുപൊടി നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. ഉപ്പുപൊടി വളരെ നല്ലതാണ്. നമ്മുടെ കാലിലെ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നല്ലൊരു സ്ക്രബ്ബറാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കാലിൽ നന്നായിട്ട് ഉരച്ച് നമ്മൾ സ്ക്രബ് ഇടുകയില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തു. നന്നായിട്ട് നിങ്ങൾക്കിങ്ങനെ മസാജ് ചെയ്യുമ്പം തന്നെ അറിയാം കാല് നല്ല സോഫ്റ്റായിട്ട് നല്ല വൃത്തിയായിട്ടുള്ളതെന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലുള്ള ചെളി അഴുക്ക് അതെല്ലാം നമ്മളൊരു നെയിൽ കട്ടർ വെച്ച് വൃത്തിയാക്കുവാണ്. നെയിലിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് ഏത് ഷേപ്പാണോ അവനവൻ്റെ ഇഷ്ടത്തിന് നമുക്ക് വെട്ടാവുന്നതാണ്. ചെളിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി നമ്മുടെ കാലെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബ്രൂവിൻ്റെ ഒരു പായ്ക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുഞ്ഞൊരു പാക്കറ്റ് ബ്രൂവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു പായ്ക്കാണ്, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ്. അപ്പം ഇത് നമ്മളിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാലിൽ ഫുൾ അപ്ലൈ ചെയ്യുക. 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്.
അപ്പം ഞാനിത് പുരട്ടി 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. കമൻറ്റുകളായിട്ടും മെസ്സേജൊക്കെ ആയിട്ടും എനിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും ഇത് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പം നമ്മളിത് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്തിട്ട് 5-10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാനിപ്പം നല്ല വെള്ളത്തിൽ കഴുകുവാണ്. നമ്മുടെ കാലിൽ ഇത് നന്നായിട്ടൊന്ന് പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന ആ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാവേ. നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തെ നമ്മളിത് തുടങ്ങിയപ്പോൾ ഇരുന്ന പോലല്ല, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നിവ്യയുടെ ഒരു ക്രീമാണ് കേട്ടോ, ഞാൻ എൻ്റെ ഫേസിലൊക്കെ തേക്കുന്ന ഈ ക്രീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാലിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ്, നമ്മുടെ ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. കാലുകൾ അതിമനോഹരമായിട്ട് സൂക്ഷിക്കുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ടാറ്റാ.